ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഉപ്പും തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കി കേട്ടോ. ഇളക്കി നമ്മൾ ഒരു 2 മണിക്കൂറോളം അതൊന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ നെയ്യും വെജിറ്റബിൾ ഓയിലിനകത്തുമാണ് മൂപ്പിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്ത് നന്നായിട്ട് മൂത്ത് വന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ റൈസിന് വേണ്ടിയുള്ള പരിപാടി നോക്കുവാണ്. വെള്ളത്തിലോട്ട് നാരങ്ങാനീരും ഉപ്പും പട്ട, ഗ്രാമ്പും അങ്ങനെയുള്ള അലുവെളുത്ത സാധനങ്ങളില്ലേ അതും ഇട്ട് നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ അതിലോട്ട് അരി ഇട്ട് കൊടുത്തേ. ജീരക റൈസില്ലേ അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതും ഇട്ട് നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. ഒന്നിനൊന്ന് തൊടാതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ലിവർ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നൂനത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതന്നേരം വേണമെന്ന് ആൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. എന്നിട്ട് അത് ഒരു ഫ്രൈ ആക്കി എടുത്ത് അതിൻ്റെ തന്നെ നെയ്യിലാണ് ചെയ്തത്. അപ്പോഴത്തേനും തന്നെ നമ്മുടെ ബീഫ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിനകത്താണ് വെച്ചത്. ഒരു 4 വിസിലോളം കേൾക്കേണ്ടി വന്ന്. അങ്ങനെ അപ്പോഴത്തെ നമ്മുടെ ബീഫും റെഡിയായിട്ട് വന്നപ്പോഴത്തേനും ഞാൻ കുക്കറിൽ നിന്ന് ഒരു ഉരുളിയിലോട്ട് മാറ്റി അതിലോട്ട് തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ചോറും അതിൻ്റെ മുകളിലായിട്ട് പുതിനയിലയും മല്ലിയിലയും ഇട്ടിട്ട് നമ്മുടെ സവാള മുറിച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൊടി നെയ്യും ഒഴിച്ചു കൊടുത്തേ നമ്മുടെ ഒരു മണത്തിനായിട്ട്. അപ്പോൾ അതിട്ടപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ടിട്ട് അതുപോലെ തന്നെ മല്ലിയിലയും നമ്മുടെ സവാള മുറിച്ചതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലും വീണ്ടും നമ്മൾ ഗരം മസാലയും നെയ്യും ഒക്കെ ഒഴിച്ച് വെച്ച് നല്ല സെറ്റാക്കി എടുത്ത് കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റോളം നമ്മളൊരു ചെറിയ തീയിൽ ഒന്ന് ആവി കയറാനായിട്ടോ. ദമ്മൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ നമ്മളങ്ങനെ ചെയ്ത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു സലാഡ് വേണ്ടേ. നമ്മൾ പിന്നെ സലാഡും കൂടെ തയ്യാറാക്കി. സവാളയും പച്ചമുളകും തൈരും നമ്മുടെ മല്ലിയിലയും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മളിവിടെ തക്കാളിക്കൊന്നും ഇടുന്നത് അങ്ങനെ അത്ര ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ഒരു സലാഡും കൂടെ ആക്കി നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി കേട്ടോ. നമ്മൾ പിന്നെ സൈഡിലോട്ട് അച്ചാറും കൂടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പൊന്നു ആദ്യമേ കഴിച്ചായിരുന്നു കേട്ടോ. എങ്കിലും ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോൾ അവൾ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇച്ചിരി വാരി കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന്. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടേ നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അവൾ വീണ്ടും പറയാം സൂപ്പറാണെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും ചേട്ടത്തിയും കൂടെയും പറയുമായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്, നമ്മൾ ആദ്യമായിട്ട് വെച്ചതല്ലേ, ഇത്രയും നല്ലതായിട്ട് വന്നല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ചേട്ടത്തി എന്തോ ഒന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ഉച്ചി കെട്ടിയ പാർവതിയെ ഒന്നും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചേട്ടത്തിയെ കാണിക്കുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും അയ്യോ എന്നെ കാണിക്കല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയൊക്കെ